ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വേജ് ഡിറ്റർമിനേഷൻ വെൻ ദർ ഈസ് മൊണോപ്സോണി ഇൻ ദ ലേബർ മാർക്കറ്റ് ബട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദ പ്രൊഡക്റ്റ് മാർക്കറ്റ്. അതായത് മൊണോപ്സോണിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഈ ടോപ്പിക്കിൻ്റെ നോട്ട് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. ലേബർ മാർക്കറ്റിലെ മൊണോപ്സോണി കണ്ടീഷനും പ്രൊഡക്റ്റ് മാർക്കറ്റിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കണ്ടീഷനും ഉള്ളപ്പോൾ വേജ് ഡിറ്റർമിനേഷൻ എങ്ങനെയായിരിക്കുമെന്നാണ് പറയുന്നത്. അതിൽ മൊണോപ്സോണിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ കൂടി പറയുന്നുണ്ട്. ദ ഡിമാൻഡ് കർവ് ഓഫ് ലേബർ ഓഫ് ദ മൊണോപ്സോണിസ്റ്റ് ആസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റർ ഈസ് ഗിവൺ ബൈ ദ കർവ് ഓഫ് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി. ലേബറിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, അത് മൊണോപ്സോണിസ്റ്റിൻ്റെ ലേബറിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി കർവാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇങ്ങനെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് കാരണം, അതായത് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് ലേബറും വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആകുന്ന സമയത്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്ന കർവും വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് കർവും കോയിൻസൈഡ് ചെയ്തിരിക്കും. ഇനി നേച്ചർ ഓഫ് സപ്ലൈ കർവ് ഓഫ് ദ മൊണോപ്സോണിസ്റ്റ് എന്ന് പറയുന്നത്, ദ സപ്ലൈ കർവ് ഓഫ് ലേബർ ടു എ മൊണോപ്സോണിസ്റ്റ് ഈസ് യൂഷ്വലി ഡ്രോൺ ആസ് എ റൈസിംഗ് കർവ്. സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്ന കർവ് ഒരു റൈസിംഗ് കർവാണ്. വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ടു ഗെറ്റ് മോർ ലേബർ ദ മൊണോപ്സോണിസ്റ്റ് മസ്റ്റ് പേ ഹയർ വേജസ്. അതായത് കൂടുതൽ ലേബേഴ്സിനെ കിട്ടണമെങ്കിൽ മൊണോപ്സോണിസ്റ്റ് ഹയർ വേജസ് കൊടുക്കാൻ തയ്യാറായിരിക്കണം. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഈ ഒരു റൈസിംഗ് കർവ് ഫോം ചെയ്തിരിക്കുന്നത്. ആസ് വേജ് റേറ്റ് റൈസസ് ദ ഗ്രേറ്റർ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഈസ് സപ്ലൈഡ്. ദെർഫോർ ദ സപ്ലൈ കർവ് ഓഫ് ലേബർ SL is sloping upward, since when wage rate rises and more labor is hired, the marginal factor cost of labor is greater than average factor cost. അപ്പോൾ ഇങ്ങനെ വേജ് റേറ്റ് കൂടുകയും ആളുകളെ ലേബേഴ്സിനെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സപ്ലൈ കർവ് ഓഫ് ലേബർ എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് കാണിക്കും. അങ്ങനെ വേജ് റേറ്റ് കൂടുമ്പോൾ, കൂടുതൽ ലേബേഴ്സിനെ ഹയർ ചെയ്യപ്പെടുമ്പോൾ അവിടെ മാർജിനൽ ഫാക്ടർ കോസ്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ആവറേജ് ഫാക്ടർ കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മാർജിനൽ ഫാക്ടർ കോസ്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്ന കർവ് എബോ ആവറേജ് ഫാക്ടർ കോസ്റ്റ് ഓഫ് ലേബർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതാണ് ദ ലേബർ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഈ മാർജിനൽ ഫാക്ടർ കോസ്റ്റ് കർവിനെ നമ്മൾ മാർജിനൽ എക്സ്പെൻഡിച്ചർ കർവ് എന്ന് കൂടി പറയുന്നുണ്ട്. Now the monopsonist will be maximizing his profits and therefore will be in equilibrium where the marginal factor cost of labor is equal to its marginal revenue product. ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാർജിനൽ ഫാക്ടർ കോസ്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റിന് ഈക്വൽ ആകുന്ന പോയിന്റിലായിരിക്കും മൊണോപ്സോണിസ്റ്റിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അവിടെയായിരിക്കും മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നടക്കുക. It will be seen from figure that the corresponding to the point E at which marginal product curve of labor cuts the marginal factor cost curve, or the level of labor employment is ON0. ON0 level of employmentൽ മാർജിനൽ ഫാക്ടർ കോസ്റ്റ് ഓഫ് ലേബറും അതുപോലെ തന്നെ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് കർവും കൂടെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇ എന്ന് പറയുന്ന പോയിന്റ് അതായിരിക്കും ആ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് പറയുന്നത്. Further, it is evident from the figure that ON amount of labor is forthcoming at NH or OW wage rate. Thus, the monopsonist in equilibrium will employ ON amount of labor and will pay OW wage rate to the laborers. അതുപോലെ തന്നെ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ON എമൗണ്ട് ഓഫ് ലേബർ എന്ന് പറയുന്നത് NH അല്ലെങ്കിൽ OW വേജ് റേറ്റിന് തുല്യമായിട്ടുള്ള എംപ്ലോയ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ON എമൗണ്ട് ഓഫ് ലേബറിനെ OW വേജ് റേറ്റിന് എംപ്ലോയ് ചെയ്യിക്കുമെന്നാണ് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ഫിഗർ ദാറ്റ് ദ വേജ് റേറ്റ് NH ഈക്വൽ ടു OW ഡിറ്റർമൈൻഡ് അണ്ടർ മൊണോപ്സോണി ഇൻ സിമിലർ സ്മോളർ ദാൻ ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ദ NE. വേറൊരു കാര്യം എന്ന് പറയുന്നത്, OW വേജ് റേറ്റ് അല്ലെങ്കിൽ NH ലെവൽ ഓഫ് വേജ് റേറ്റ് എന്ന് പറയുന്നത് NE എന്ന് പറയുന്ന വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റിനേക്കാളും ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് thus each worker gets EH less than the value of its marginal product. EH എന്ന് പറയുന്ന എമൗണ്ട്, ആ അത്ര എമൗണ്ട് കുറച്ചിട്ടുള്ള മാർജിനൽ പ്രൊഡക്റ്റ് ആണ്. അത് അവർക്ക് അത്രയും മാർജിനൽ പ്രൊഡക്റ്റിനുള്ളത് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ NE എമൗണ്ട് ഓഫ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ആണ് ഒരു എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഒരു ലേബറിന് ഉണ്ടാവുന്നത്. അതിലെ NH അളവിലുള്ള
വേജ് റേറ്റ് ആണ് അവർക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ വ്യത്യാസം വരുന്നത് EH ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ EH ലെവൽ ഓഫ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവിടെ പരിഗണിക്കപ്പെടാതെ പോവുകയാണ്. According to John Robinson, to pay a worker less than his value of marginal product is to exploit him. Therefore, in figure, exploitation of each worker done by the monopsonist is equal to EH. Because this exploitation is due to the existence of monopsony in the labor market, John Robinson calls it as monopsonistic exploitation. അതായത് ജോൺ റോബിൻസൺ എന്ന് പറയുന്ന എക്കണോമിക്സിന്റെ അഭിപ്രായ പ്രകാരം ഒരു വർക്കറിന് അദ്ദേഹത്തിന്റെ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റിനേക്കാളും ലെസ് ആയിട്ടാണ് വേജ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടെന്ന് പറയാം. ആ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം EH എമൗണ്ട് ഓഫ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും എക്സ്പ്ലോയിറ്റേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പം EH ലെവൽ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ലേബർ മാർക്കറ്റിൽ മോണോപ്സോണി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഒരു എക്സ്പ്ലോയിറ്റേഷനെ മോണോപ്സോണിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ് ജോൺ റോബിൻസൺ വിളിക്കുന്നത്. It should be noted that monopsony results in a lower wage rate and lower level of labor employment than under perfect competition in the labor market. ലേബർ മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രിവെയിൽ ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഉള്ളതിനേക്കാൾ ലെസ് എമൗണ്ട് ഓഫ് വേജ് റേറ്റ് ആണ് മോണോപ്സോണി സിറ്റുവേഷൻസിൽ ലേബർ മാർക്കറ്റിൽ ലേബേഴ്സിന് ലഭിക്കുന്നുള്ളൂ. If there was perfect competition in the labor market, the equilibrium would have been at the point T where the demand curve or VMP, value of marginal product curve for labor, intersects the supply curve SL. Therefore, under perfect competition in the labor market, the higher wage rate and larger employment would have been determined. ഇനി ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ലേബർ മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് പ്രിവെയിൽ ചെയ്യുന്നതെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിന്റ് T എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും. കാരണം അവിടെ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ് എന്ന് പറയുന്നത് സപ്ലൈ കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ഈ T എന്ന് പറയുന്ന പോയിന്റ്. അവിടെ ആയിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലേബർ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ ഇക്വിലിബ്രിയം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലേബർ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഹയർ വേജ് റേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ലാർജർ എംപ്ലോയ്മെന്റ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. A very important conclusion can be derived from the above analysis of wage employment equilibrium under monopsony in the labor market. It is that under conditions of monopsony in the labor market, trade unions can raise the wage rate without creating unemployment. മൊത്തത്തിൽ ഈ ഒരു വേജ് എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അനാലിസിസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ മാർക്കറ്റിൽ മൊണോപ്സോണി പ്രിവെയിൽ ചെയ്യുമ്പോൾ അവിടെ മെയിനായിട്ടും ട്രേഡ് യൂണിയൻസിന് അവിടെ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ട്രേഡ് യൂണിയൻസ് ക്യാൻ റേസ് ദ വേജ് റേറ്റ് വിതൗട്ട് ക്രിയേറ്റിംഗ് അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതെ തന്നെ ട്രേഡ് യൂണിയൻസിന്റെ ഇടപെടൽ കാരണം അവിടെ വേജ് റേറ്റ് ഉയർത്താം. ആ ഒരു കണ്ടീഷൻ മാത്രമാണുള്ളത്. ഇൻഫാക്ട് ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് എ വേജ് ഇൻക്രീസ് സെക്യൂർഡ് ബൈ ട്രേഡ് യൂണിയൻസ് അണ്ടർ സച്ച് സർക്കംസ്റ്റൻസസ് മേ റിസൾട്ട് ഇൻ ഗ്രേറ്റർ എംപ്ലോയ്മെന്റ്. If the wage rate is raised to OW1 as a result of trade unions bargaining with the monopolist, and the employment offered by the monopsonist will increase from ON0 to ON1. അങ്ങനെ ട്രേഡ് യൂണിയൻ ഇടപെടുകയും അങ്ങനെ വേജ് റേറ്റ് കൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റും അവിടെ കൂടും. അങ്ങനെ ON0 നിന്ന് ON1 ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് കൂടുകയും OW0 നിന്ന് OW1 വേജ് റേറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. This is because when the agreement is reached between the trade union and the monopsonist at wage OW1, the average factor curve facing the monopsonist will become a horizontal straight line at the level of OW, and the marginal factor cost curve will coincide with it. With this change, his equilibrium will be at point C corresponding to ON level of employment. It is important to note that in this case, trade union has succeeded in increasing both wages and employment of labor. Further, with the success in getting a higher wage rate, OW1 trade union has succeeded to reduce monopsonistic exploitation of labor. ട്രേഡ് യൂണിയനും മൊണോപ്സോണിസ്റ്റും കൂടെ ഒരു എഗ്രിമെന്റിൽ എത്തുമ്പോൾ അവിടെ വേജ് OW0 എന്ന് പറയുന്ന വേജ് റേറ്റിൽ നിന്ന് OW1 വേജ് റേറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യുകയും ON0 എന്ന് പറയുന്ന ലെവൽ ഓഫ് എംപ്ലോയ്മെന്റിൽ നിന്ന് ON1 ലെവൽ ഓഫ് എംപ്ലോയ്മെന്റിലേക്ക് എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. Further, with the success in getting a higher wage rate OW1, trade union has succeeded to reduce monopsonistic exploitation of labor. ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ എത്തുന്നതിലൂടെയും അതുപോലെ തന്നെ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിലൂടെയും എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിലൂടെയും എന്താണ് അവിടെ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണോപ്സോണിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ട്രേഡ് യൂണിയൻസിന്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ മൂലം എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻസിന്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ മൂലം അവിടെ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ മോണോപ്സോണിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്
റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ലേബർ മാർക്കറ്റിലെ മൊണോപ്സോണി കണ്ടീഷനും പ്രൊഡക്റ്റ് മാർക്കറ്റിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കണ്ടീഷനും പ്രിവെയിൽ ചെയ്യുമ്പോൾ വേജ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ മൊണോപ്സോണിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ടോപ്പിക്കിൻ്റെ നോട്ട് ടെലിഗ്രാം ചാനലിൽ ഇടുന്നതാണ്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.